ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എപ്പോഴും ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ കോൺവേഴ്സ് എപ്പോഴും ട്രൂ ആവണമെന്നില്ല. എന്ന് വെച്ചാൽ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നില്ല. അതൊരു കണ്ടീഷനുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കൂടെ അതിൻ്റെ ഒറിജിനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ സെറ്റിനെ നമുക്ക് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു സെറ്റിൻ്റെ കൂടെ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കൂടെ അതിൻ്റെ ഒറിജിൻ കൂടി ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്കതിനെ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കാണിക്കേണ്ട എന്താ, ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിപ്പോൾ ഈ എലമെൻറ്റ്സ് A0 A1 എക്സെട്ര AK എന്ന് പറയുന്ന ഈ എലമെൻറ്റ്സുകളാണ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കണമെങ്കിൽ അവിടെ ഏതാ ഒരു സ്കേലാർ ഉണ്ടാവും TI എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അത് എന്ത് ഇംപ്ലൈ ചെയ്യും, അവിടെയുള്ള സ്കേലാറുകളെല്ലാം 0 ആണ്. അങ്ങനെ ഇതാണ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് കണ്ടീഷൻ. ഇനി അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നമുക്ക് എന്ത് കണ്ടിച്ചാൽ മതി, സമ്മേഷൻ TI AI അല്ലേ, ഒരു സമ്മേഷൻ TI AI എന്ന് പറയുന്നത് സമ്മേഷൻ TI AI 0 ആണെങ്കിൽ അതിലുള്ള എല്ലാ TIകളും 0 ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ. ഇതാണ് അതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണുള്ള കണ്ടീഷൻ. അപ്പോൾ സമ്മേഷൻ TI AIക്ക് പകരം നമ്മൾ കാണിക്കുന്നത് എന്താ, TI AI എന്ന് പറയുമ്പോൾ T0 A0 പ്ലസ് T1 A1 പ്ലസ് അങ്ങനെ വരും അല്ലേ, T1 A1 പ്ലസ് T2 A2. അതിന് പകരം നമ്മളിതാ ഈ സംഭവമാണ് കാണിക്കുന്നത്. A0 AIക്ക് പകരം ഒരു AK മൈനസ് A0 എന്ന് പറയുന്ന ഫോമിലാണ് ഇവിടെ ഉള്ളത്. ഒരു AI മൈനസ് A0 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മുടെ ഈ Aക്ക് പകരം ഇവിടെ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ കിട്ടിയാലും മതിയല്ലോ. എന്നിട്ട് അതിലുള്ള Tകളൊക്കെ ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം നമുക്ക്. ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ ഇക്വേഷന് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ഡെഫിനിഷൻ എഴുതി വെച്ചു. സമ്മേഷൻ TI AI 0 ആണ്. സമ്മേഷൻ TI 0 ആണ് ഇംപ്ലൈസ് ദാറ്റ് എല്ലാ സ്കേലാറുകളും 0 ആണ്. ഇനി സമ്മേഷൻ TI 0 എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, T0 പ്ലസ് T1 പ്ലസ് എക്സെട്ര T2 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും അല്ലേ. T0 പ്ലസ് T1 പ്ലസ് എക്സെട്ര TK ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് T0 ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേംസിനൊക്കെ ഈക്വൽ ടു ആ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ, T0 ഈക്വൽ ടു മൈനസ് T1 മൈനസ് T2 എക്സെട്ര മൈനസ് TK. ഇനി നമുക്കറിയാം സമ്മേഷൻ TI AI എന്ന് പറയുന്നത് എന്താ, 0 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, T0 A0 പ്ലസ് അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് T0 A0 പ്ലസ് എക്സെട്ര TK AK ഈക്വൽ ടു 0. ഇനി ഈ T0നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ച ഈ T0നെ ഈ സംഭവം ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, T1കളെ പുറത്തെടുക്കുന്നു, T2നെ പുറത്തെടുക്കുന്നു, എക്സെട്ര TKയെ പുറത്തെടുക്കുന്നു. ഇങ്ങനെ നമുക്കൊരു കണ്ടീഷൻ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് നോക്കിയേ, ഇതൊക്കെ ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, T0 എക്സെട്ര T1 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് അല്ലേ. T0 T1 എക്സെട്ര TK 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ടേമുകൾ 0 ആണെങ്കിൽ T1 T2 എക്സെട്ര TK 0 ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കണ്ടീഷൻ ആയില്ലേ. അപ്പോൾ ഇതാണ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന ഒന്ന്. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിന് നമ്മൾ എന്താ ചെയ്തിരുന്നത്, അതിൽ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സമ്മേഷൻ TI AI 0 ആണെങ്കിൽ അതിലുള്ള TIകളൊക്കെ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സമ്മേഷൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സമ്മേഷൻ TI 0 ആണ്, സമ്മേഷൻ TIയും 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സമ്മേഷൻ TI AIനെ നമുക്ക് സമ്മേഷൻ TI AI മൈനസ് സമ്മേഷൻ TI A0 എഴുതാൻ പറ്റും. കാരണം എന്താ, സമ്മേഷൻ TI 0 ആണല്ലോ. അപ്പോൾ അതിനെ ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാമല്ലോ. സമ്മേഷൻ TI ഇൻറ്റു A0 എന്ത് വരും, 0 എന്ന് വരും. അപ്പോൾ ഈ ടേം മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഈ ടേം തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ടൊരു സമ്മേഷൻ TIനെ കോമൺ ആക്കി എടുക്കുന്നു. അപ്പോൾ AI മൈനസ് A0 എന്ന് വരും. ഇവിടെ നോക്കിയേ,
ഈ ഐന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താവും ടി നോട്ട് ഇൻറ്റു എ നോട്ട് മൈനസ് എ നോട്ട് എന്ന് വരും. എ നോട്ട് മൈനസ് എ നോട്ട് എന്ന് പറയുമ്പോൾ ഇത് 0 വരും. അപ്പോൾ ഈ മൊത്തം ടേം 0 ആയി പോകും അല്ലേ. അപ്പോൾ ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടേം ഓൾറെഡി 0 ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള ടേം ഐ ഈക്വൽ ടു 1 to k വരെ ഇനി മതി. അപ്പോൾ സമ്മേഷൻ ഐ ഈക്വൽ ടു കെ ടി ഐ എ മൈനസ് എ നോട്ട് എന്താണെന്ന് കിട്ടി, 0 ആണെന്ന് കിട്ടി. അതിലുള്ള ടി ഐകളൊക്കെ 0 ആണെന്ന് കിട്ടി. അപ്പോൾ സമ്മേഷൻ ടി ഐ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇനി കേക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടി നോട്ട് 0 ആണ്, T1 0 ആണ്, T2 0 ആണ്, എക്സെട്രാ ടി കെ വരെ 0 ആണെന്ന് കിട്ടും. അപ്പോൾ സമ്മേഷൻ ടി ഐ 0 ആണ്, സമ്മേഷൻ ടി ഐ 0 ആണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് T1 T2 T നോട്ട് T1 T2 എക്സെട്രാ ടി കെ ഒക്കെ 0 ആണ്. അതെന്തായി? ജിയോമെട്രിക്കൽ ഇൻഡിപെൻഡൻ്റ് കണ്ടീഷനായില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതും ഒരു ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന കണ്ടീഷൻ. ഇത് നോക്കിയേ, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിന് ടുഗദർ വിത്ത് ഒറിജിൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ.